യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം. വെൽക്കം ബാക്ക് അഗൈൻ. ബിനുവാണേ. അപ്പം എവിടെയുള്ളതെന്ന് തോന്നുന്നാൽ ചപ്പാത്തിൻ്റെ ആ പരിസര പ്രദേശങ്ങൾ തന്നെയാണുള്ളത് കേട്ടോ. അപ്പം നമ്മൾ എന്നാലും ഇന്ന് ഇറങ്ങി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ മുല്ലപ്പെരിയാർ തുറക്കുമ്പോൾ വെറുതെ നമ്മൾ 3-4 മണിക്കൂറോളം അവിടെ വന്ന് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറേ ഗ്രാമക്കാഴ്ചകൾ, അതായത് തേയിലത്തോട്ടത്തിൻ്റെ, പിന്നെ ഇന്നും മഴ വളരെ കുറവായതിന് വരെ നമുക്ക് വിദൂര കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ കുറേ ഓഫ് റോഡ് ഉള്ളൊരു വഴി കൂടെ കയറി നമ്മളിവിടുത്തെ കുറേ തേയിലത്തോട്ടത്തിൻ്റെ ആയിട്ടുള്ള ഗ്രാമീണ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പച്ചപ്പിനെ സ്നേഹിക്കുന്നവർ, അയറഞ്ഞിനെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊക്കെ കയറുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരോട്ട് നമുക്കൊന്ന് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയുടെ ഒരു പ്രശ്നമുള്ളതിൻ്റെ പേര് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഴ കുറഞ്ഞുള്ള സമയം കൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ഗ്രാമക്കാഴ്ചകൾ, അതായത് കൂടുതലും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് തന്നെയുമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയറഞ്ചിൻ്റെ ആയിട്ടുള്ള തനിമയായിട്ടുള്ള പച്ച നിറഞ്ഞ ഇപ്പോഴത്തെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഇതിൽ അങ്ങനെ മുന്നോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. ഇവിടെ അങ്ങനെ ഏകദേശം നമുക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് എന്തെല്ലാം കാഴ്ചകളുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഈ മലങ്കര എസ്റ്റേറ്റാണ് കേട്ടോ, തേയിലത്തോട്ടം. അടിപൊളിയാണ് കേട്ടോ, അടിപൊളി നല്ലൊരു കാഴ്ചയാണ്. അപ്പം ഇത് നിൽക്കുന്ന കോട്ടയം കട്ടപ്പന ദേശീയ മലയോര ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണാം. ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. പിന്നെ ഏത് സിറ്റി ആയാലും കവലയായാലും വിവിധ പാർട്ടികളുടെ കൊടിമരങ്ങളുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെയാണ് നമുക്കൊരു സമാധാനം, ജനവാസം ഉള്ളൊരു സ്ഥലമാണെന്നുള്ളത്. ഇതുണ്ടോ, ഇതാണ് ദേശീയ ഹൈവേ, മലയോര ഹൈവേ. അപ്പം ധാരാളം വണ്ടികളൊക്കെ ഒഴുകുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത് കേട്ടോ. ഇതെല്ലാം എസ്റ്റേറ്റിൻ്റെ ആയിട്ടുള്ള വഴികളാണ് കേട്ടോ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, അടച്ചുറപ്പുള്ള ഒരു എസ്റ്റേറ്റാണ് കേട്ടോ. ഉണ്ടോ, അപ്പോൾ ഇതിലിങ്ങനെ ഒരു കാറ് പോകുന്നുണ്ട് നമ്മൾ പോകുന്ന വഴി കൂടെ. അപ്പോൾ നമുക്കിനി കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് കേട്ടോ. പച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയല്ല, ഈ കയറ്റം നല്ലൊരു കയറ്റമാണ്. ഏകദേശം 3-4 കിലോമീറ്ററോളം ഉണ്ടെന്നുള്ള പറഞ്ഞത്. ഈ ഒരു കയറ്റമല്ല, ഈ ഒരു വഴി. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് പോയി നോക്കുവാണ്. നല്ല കാഴ്ചകളെല്ലാം കിട്ടുമല്ലോ. ഈ കോൺഗ്രസ് റോഡാണ് കേട്ടോ. ഇതൊരു ഗ്രാമത്തിലോട്ടുള്ളൊരു നല്ല കയറ്റമാണ്. ഇവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ വലിയ വീടുകളൊന്നുമല്ല, ചെറിയ വീടുകളാണ് കേട്ടോ. ഇതൊരു പാറയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്. ഇതിൽ എത്രമാത്രം പോകും നമുക്കറിയത്തില്ല. ഇവിടെ യൂട്യൂബ് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ വരെ വണ്ടി പോകത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് മലയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് നമുക്കൊരു മലയിലോട്ടുള്ള ഓട്ടമാണ് കൂടുതൽ ഏറ്റവും ഇഷ്ടം. നമുക്ക് കാഴ്ചകളാണ് ഏറ്റവും ഇഷ്ടം നമുക്ക്. ഇവിടെ നല്ല വിദൂര കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പട്ടിക്കൂട്ടം നിൽക്കുന്നു, ഒന്നും കടിക്കുകയായിരുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. അതുണ്ടോ, നല്ല കൊടി, കാപ്പി. ഇപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പം ഇവിടുത്തെ കൊടിത്തോട്ടവും കാപ്പിത്തോട്ടവും ഇടയ്ക്ക് മുതലൊക്കെ ഓരോ ഏലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഡേറ്റായിട്ട് വരച്ചു കേട്ടോ. അതുകൊണ്ട് അവിടെ വീടിക്കുന്നുണ്ടോ. ആ വീടിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-30-40 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. അതുപോലത്തെ സൈസ് വീട്. പണ്ടുമുട്ടിച്ചെടികൾ. ഇതിലങ്ങനെ വണ്ടി ഓട്ടങ്ങളൊക്കെ വളരെ കുറവാണ് തോന്നുന്നു കേട്ടോ. അതിനകത്ത് റോഡിലൊക്കെ 90% പായലാണ് കേട്ടോ. ഇതിലിങ്ങനെ ഒരു മല കാണുന്നുണ്ട്, പാറ. അപ്പോൾ അങ്ങനെ നമുക്ക് അതിലൊന്ന് കയറി നോക്കണം കേട്ടോ. ഗ്രാമമാണ് കേട്ടോ. ഏലവും പൊടിയും കാപ്പിയും തെങ്ങും വീതി കുറഞ്ഞ വഴികളും പഴയ മോഡൽ വീടുകളും ഇതുണ്ട്. ഇതൊക്കെ പഴയ മോഡൽ വീടുകളാണ്. അങ്ങനെ
എൻ്റെ വണ്ടി പോകുന്നതാണ് കേട്ടോ. ഇപ്പം മേലെ ഒരു കുരിശുമലയൊക്കെ ഉണ്ട്. അപ്പം കുരിശുമലയിലോട്ട് നമ്മളൊന്ന് കുരിശുമലയല്ല, സോറി, അമ്പലം. ഇങ്ങനെ രണ്ടിടത്തോട്ടാണ് വഴി കിടക്കുന്നത് കേട്ടോ. നല്ല ഇറക്കമാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഭയങ്കര വഴിയാണ് കേട്ടോ. ഈ വഴി കിടക്കാൻ എൻ്റെ ദൈവം തമ്പുരാനെ, എനിക്ക് കോൺക്രീറ്റ് ആണെങ്കിൽ പോലും ഇവിടുത്തെ വഴികളുണ്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ ഈ റോഡിൽ തന്നെ മൃഗം കഴിച്ച് വീഴുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു അതെ ഇതിലേക്കൊക്കെ ഉണ്ടോ, ഇവിടേക്ക് ഇഷ്ടം പോലെ കുറവുള്ള വഴിക്ക് കേട്ടോ. ഇതെല്ലാം കാപ്പിയാണ് നിൽക്കുന്നത്. നമ്മൾ കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു വാട്ടർഫോൾ റിവർ. ഇവിടെ കണ്ടോ കാപ്പി വയ്ക്കുന്നുണ്ട്, കാപ്പി. അപ്പോൾ നമ്മളൊരു നല്ലൊരു ശരാശരി നല്ലൊരു ഉയരത്തായി കേട്ടോ. നമ്മൾ മൊത്തം കാപ്പിയാണ് കേട്ടോ. എന്നാലും കാപ്പിയാണ്, നല്ല രസമാണ് പറമ്പൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. ഇതുണ്ടോ, ഇങ്ങോട്ടൊക്കെ ഉള്ളവർക്കൊന്നും എനിക്ക് തോന്നുന്നത് ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരാണ് കേട്ടോ. നല്ല ഗ്രാമം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമം. നമ്മൾ ഇതിലേക്ക് പട്ടണം കേട്ടോ. എനിക്ക് എൻ്റെ ദൈവം തമ്പുരാനെ എനിക്ക് തന്നെ അതിശയമാണ് ഈ വഴി കണ്ടത്. അവിടെ കാട്ടുകല്ല് കെട്ടിയ കയ്യാലേ, കാട്ടുകല്ല് കെട്ടിയ വീടുകളും. ഇത് പറയാം ഗ്രാമപഞ്ചായത്ത് പൊതുവഴിയാണ് കേട്ടോ. ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒരു അത്യാവശ്യം മുഴുത്ത വീടുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങോട്ടുള്ള മുഴുത്ത വീടെന്ന് പറഞ്ഞാൽ ലൈഫ് ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടുകളാണ് കേട്ടോ ഇങ്ങോട്ട് കൂടുതൽ കേട്ടോ. അല്ലാതെ വേറെ വലിയ വീടുകളൊന്നും കാണുന്നില്ല. ഇഷ്ടം പോലെ ചക്കയാണ് കേട്ടോ. പ്ലാവായി ഇഷ്ടം പോലെ. ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്, കട്ടിങ് ഓഫ് റോഡാണ് കേട്ടോ. ഇങ്ങനത്തെ വഴികളെ പോകുന്നതാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചർ. കാരണം കുലുങ്ങി നമ്മളൊരു പരുവമാവും. അയ്യോ, ഇപ്പം നമ്മൾ താഴെ പോയാലിപ്പോൾ വഴി അത്രയ്ക്ക് മോശമാണ് കേട്ടോ. ഇറങ്ങി കുറച്ച് ഭാഗം അടിപൊളി ചെടിയും പൂത്തോട്ടോ ഒക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ. ഇതിലിങ്ങനെ ഉപ്പതറയ്ക്ക് പോകുന്നതാണ് കേട്ടോ. നാട്ടുകെട്ട് വീടുണ്ടോ, വീടെല്ലാം മുറ്റം അടിക്ക് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. മൊത്തം കാപ്പിയാണ്. ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും ഇടയില്ല. ഇടയോ ഇതുണ്ടല്ലേ, റോഡിൻ്റെ രണ്ട് സൈഡും നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കാപ്പിയാണ്. വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു ഏരിയയാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ ഒരു ഹൈറ്റുള്ള ഒരു പ്രദേശത്തോടാണ് ചെല്ലുന്നത് കേട്ടോ. ആ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് വന്നത്. ഇത്ര നേരം വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്തോരം റിസ്ക് എടുത്താൽ വന്നതെന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ബൈക്ക് കൊണ്ട് ഈ വഴി ഇറങ്ങി വരുന്ന അവരൊന്ന് അതിശയിച്ച് പോയി. ഇത്രയും വലിയ വണ്ടി കൊണ്ട് ഇതിൽ വരുന്നത് തന്നെ. കാരണം നമുക്ക് വിഷയമില്ല, പക്ഷേ എന്നാലും ഇവിടെ ഉള്ളവർ പറഞ്ഞു ഇതിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഞാനൊന്ന് പെട്ടുപോയി. ഭയങ്കര കാടാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മൾ 6 മൈൽ ഒറ്റമര ഡിവിഷനോട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ അങ്ങനെ മൊത്തം ഉണ്ടല്ലോ ചെളിയാണ്, കുപ്പച്ചെളിയാണ്. അപ്പോൾ ദാസപ്പൻ്റെ ടയറൊക്കെ നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് വരുമ്പോൾ കുഴപ്പമില്ല, ഇറങ്ങി പോകാൻ കേട്ടോ. മൊത്തം അങ്ങോട്ടുണ്ടോ, നമുക്ക് ഇനി അങ്ങനെ അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ വരെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കാരണം വെച്ചാൽ ഇവരെ ആദ്യമായിട്ടാണ് വരുന്നത് കൊണ്ട് എന്നാൽ നമ്മൾ പെട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ 2 കിലോമീറ്റർ പോയാൽ മതി. പക്ഷെ നമ്മൾ ഓടിച്ച് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. കേട്ടോ ഇതുപോലത്തെ മൺവഴിയാണ് ഇനി ഇതിലുള്ള പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പന്നിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ചിലപ്പം വട്ടം ചാടാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതുണ്ടോ അങ്ങ് വിദൂര കാഴ്ചയിൽ കാണാൻ പറ്റും കണ്ടോ തേയിലത്തോട്ടത്തിൻ്റെ. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഏതാണ്ട് ഒരു ഭാഗത്തുകൂടി ആയിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മളിപ്പോൾ ഇനി എങ്ങോട്ടാണ് ചെല്ലുന്ന നിർത്തില്ല, നമ്മൾ പോവുകയാണ്. അടിപൊളി. എന്നാണെങ്കിലും ഇതൊരു നല്ല വൈബുണ്ട്. അത് കുറച്ച് തരിശ് ഭൂമിയാണ് കേട്ടോ കിടക്കുന്നില്ല, മൊത്തം കൊങ്ങിപ്പടമാണ്. പക്ഷെ അതിനകത്താണ് ഈ കാട്ടുപന്നിയിലേക്ക് ഒരു ആവാസം എന്ന് പറഞ്ഞത്, ആവാസ കേന്ദ്രം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ചാടി നമ്മളൊരു പരുവാകും. ഇതിലൊക്കെ ഓട്ടോറിക്ഷയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വരെ വരുവുള്ളൂ, പിന്നെ അങ്ങോട്ട് ഓട്ടോറിക്ഷ ഒന്നും വലിക്കുകയല്ല കേട്ടോ. നല്ല ചെളിയാണ് കേട്ടോ.
നമ്മളങ്ങനെ ചെളിക്കകത്ത് പെട്ടുപോയി കേട്ടോ. അതുകൊണ്ടോ ചെളിയാണ്, നല്ല വണ്ടിക്ക് അടി വരെ ചെളിയാണ് കേട്ടോ. നമുക്ക് രക്ഷയില്ല, നമുക്കിനി ഇറങ്ങി തള്ളേണ്ട ഒരു അവസ്ഥയാന്ന് തോന്നുന്നു കേട്ടോ. അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. എന്നാണ് നമ്മൾ കുത്തിക്കയറ്റി എടുത്തു കേട്ടോ ചെളിക്കകത്തുനിന്ന്. ആഹാ, ഇതിനെ നമ്മളിനി സൂക്ഷിച്ച് പോകണം കേട്ടോ. കാരണം വെച്ചാൽ ഓട തിരിഞ്ഞ് കിടക്കുന്നൊരു വഴിയാണ് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല വഴി മോശമാണെന്നുള്ളത്. എന്നോട് പറഞ്ഞത് കോൺക്രീറ്റ് റോഡാണെന്നാണ് പറഞ്ഞത്. ഇത് എവിടെയാണ് സ്ഥലമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് ഇവിടുന്ന് കാണുന്നൊരു കാഴ്ചകൾ കണ്ടോ, അത് ഗംഭീര കാഴ്ചയാണ് കേട്ടോ. നല്ല സൂപ്പർ കാഴ്ച, എന്താ വ്യൂ നോക്കി. അപ്പം ഇങ്ങോട്ടൊക്കെ തേയില ഉണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ മൊത്തം കാട് കയറി മൂടിക്കിടക്കണം കേട്ടോ. ഉണ്ട്, ഈ കാണുന്ന പ്രദേശം കണ്ടോ മൊത്തം കാട് കയറി മൂടിക്കിടക്കണം. കുറച്ച് ഭാഗമൊക്കെ തേയിലേ ഉള്ളൂ. അപ്പോൾ എന്നാലും പണി നടക്കാത്തൊരു എസ്റ്റേറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് വഴിയും ഇങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഈ എസ്റ്റേറ്റിനകത്ത് വഴി പുതിയ വഴി വെട്ടിയതാണ് കേട്ടോ. പുതിയ വഴി വെട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും ഭാഗം ചെളി. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കോൺക്രീറ്റ് ആണ് കേട്ടോ. കുറച്ച് ഭാഗം കൊണ്ട് കോൺക്രീറ്റ് ഉള്ളൂ, നല്ല ഭയങ്കരമായിട്ടുള്ള കുഴികളോടത്ത് കോൺക്രീറ്റ് ഉള്ളൂ കേട്ടോ. ഇവിടെയും ചെളി. വണ്ടിക്ക് വരുമല്ലോ, നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് മാത്രമേ വണ്ടിയുള്ളൂ. അപ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് മാത്രമുള്ള വരുന്ന വഴിയാണ് കേട്ടോ. എസ്റ്റേറ്റിനകത്തൊരു വഴിയാണ്. അപ്പോൾ ഇനി മറ്റുള്ള നമ്മൾ പുറത്തുനിന്ന് വരുന്നവർ ഈ വഴി കൂടുതലും വരാതിരിക്കുക. കാരണം വെച്ചാൽ വഴി അതുപോലത്തെ മോശമാണ്. ഇപ്പം ദാസപ്പൻ്റെ കണ്ടോ മൊത്തം ചെളിയാണ്. നമ്മളിനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയൊക്കെ ചെറിയ തോതിൽ ഒന്ന് കഴുകി ആ ചെളിയെല്ലാം കഴുകി കളഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഒറ്റമരം ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടുത്തെ വഴികളുടെ കാര്യങ്ങൾ നടത്തില്ല, ഒറ്റമരെന്നാണ്. അതിന് മണ്ടയിൽ ഒരു വീടിരിക്കുന്നുണ്ടോ. എൻ്റെ പൊന്നെ, മണ്ടയിൽ ഒരു വീടിരിക്കുന്നു കണ്ടോ. നമുക്ക് കുറച്ച് നമുക്ക് ന്യൂട്രൽ പോകാം കേട്ടോ. മാക്കറി അമർന്നവിടെ ബെല്ലേ ഉള്ളൂ, വലിയ ജീവിതം. മറ്റേ ബെല്ല് നമ്മൾ കളഞ്ഞു കേട്ടോ. വെള്ളം കയറി അതിനകത്ത് എന്താണ്ട് തുരുമ്പൊക്കെ ആയിപ്പോയി. ആഹാ, അതിലെ എങ്ങനെ വന്നു കേട്ടോ. വന്ന് കയറി ഇവിടെ ഇങ്ങനെ നിന്നു. ഇവിടുന്ന് ഒരു 3 കൂടുന്നൊരു ജംഗ്ഷനാണ്. ഇവിടെ ഒരു നല്ല മുഴുത്ത ഒരു കമ്പിളിനാരം നിൽക്കുന്നു കേട്ടോ. അടിപൊളി ഒരു കമ്പിളിനാരകം. അതുകൂടാണ്ട് ഇവിടുന്ന് വേറെ നമുക്ക് വഴികൾ രണ്ടായിട്ട് തിരിയുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നില്ല. ഇവിടെ ഒരു സ്തൂപമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു എസ്റ്റേറ്റിനായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചാമ്പൈപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, മേളിലൊരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ അമ്പലം പറഞ്ഞാൽ ചെറിയൊരു അമ്പലമാണ്. എന്നാലും നമുക്ക് ഇതാരുടെങ്കിലൊക്കെ നമുക്കൊന്ന് ചോദിക്കാം, ഇത് വഴി എതിരെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിലൊരു വഴി, ഇതിലൊരു വഴി. അപ്പോൾ 4 കൂടുതൽ ജംഗ്ഷനാണ് കേട്ടോ. ഈ വഴി മേപ്പോട്ട് പള്ളിയോട്ടുള്ള വഴിയാണ്. ഇതാണ് അമ്പലം കേട്ടോ. ഇതിവിടെ ചെറിയൊരു അമ്പലമാണ്, തറയൊക്കെ കെട്ടിയൊരു അമ്പലമാണ്. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഭയങ്കരമാണ് കേട്ടോ. ഇതേ വണ്ടിക്കിടെ ഒരു പട്ടി കിടക്കണം, ഇങ്ങനെ ഗൗരവത്തോടു കൂടിയാണ് നോക്കുന്നത്. പിന്നെയാണ് നമുക്ക് നേരെ ഇതിലേ നമുക്കൊന്നും ആരെങ്കിലും ചോദിക്കാതെ. ഇതൊക്കെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വഴികളൊക്കെയാണ്. ഇവിടെ ലേൻസൊക്കെ കാണുന്നുണ്ട്. ഇതിലിങ്ങനെ കയറി പോകാമായിരിക്കും കേട്ടോ. നമുക്ക് എന്നാലും ചോദിക്കാനുണ്ടോ. ഇതൊക്കെ പഴയ ലേൻസാണ്. ഉപ്പുതര ലോണ്ട്രി. നല്ല രസമുണ്ട് കേട്ടോ, കയ്യാലൊക്കെ ഉണ്ട്. ഇതിൽ നേരെ ഇങ്ങനെ ഉപ്പുതറയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്ക് ഈ റൂട്ടല്ല പോകണ്ടേ. ഇതൊക്കെ ഉണ്ട് പഴയ കടകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ ഉപ്പുതറയ്ക്ക്, ഇതിൽ നേരെ ചപ്പാത്ത്. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് പോകാം കേട്ടോ. ദാസപ്പനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ കുറേ വീടുകൾ കിടപ്പുണ്ട്. നമ്മൾ അപ്പോൾ ഇവിടെ കുറച്ച് പഴയ കുറേ ലേൺസ് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ലോണ്ട്രി. ഇവിടെ ഒരു ചേച്ചി, ഈ സ്ഥലത്ത് പേരിനായിട്ടത്
ഒറ്റമരം ലോണ്ടറി അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഒറ്റമരം ലോണ്ടറിയിലാണ് കേട്ടോ. ഇവിടുന്ന് നമുക്കിനി ഏകദേശം നമുക്കൊരു കുറച്ച് ദൂരം പോയാൽ മാത്രമേ നമുക്ക് ഈ കൊച്ചു കരിന്തിരിവി, ഇതൊക്കെ പഴയ ലേൺസാണ്, എല്ലാം പൊളിഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. വരുവാണല്ലോ ഇവിടുത്തെ വരുവാണോ ഇതിന് ഒരു സ്റ്റോർസ് ബേക്കേഴ്സ് ഡിസ്ട്രിബിൾ വാ, നമ്മളെ കടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഭാഷ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേ ആഹാ, മറ്റുള്ളതെല്ലാം അങ്ങനെ വിളിച്ച് കൂട്ടി. ഇതിൻ്റെ അടിക്കിടന്ന് ഒന്ന് ഉയർന്നിട്ടുണ്ട്. ഉറങ്ങിക്കോ. ഓ ഞാൻ ചെള്ളക്കുഴിക്കകത്താണ് കിടക്കുന്നത്. ഇതേ നമ്മൾ അതിലങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇതുണ്ടോ ഒരു പഴയ ഒരു വീടും ഈ വീടിൻ്റെ മുറ്റത്ത് നല്ല അടിപൊളി ഒരു മാവ്, നിറച്ച് മായാണ് കേട്ടോ. എന്താ ഭയങ്കര വലിയ മാവാണ്, പക്ഷെ മാങ്ങയൊക്കെ ഇഷ്ടമാണ്, പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. ദാസപ്പൻ അവിടെ ഇരുത്തിട്ട് അത് കണ്ടപ്പോൾ ഞാൻ എടുത്താണ്. ഓഹോ ഉണ്ടോ, എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ ആൾത്താമസമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടോ ലേൺസാണ്. നമ്മൾ അതിലേ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഭയങ്കര ഒരു മരം നിൽപ്പുണ്ട്. ഇവിടെ ദാസനെ ഒതുക്കി നിർത്തി. ഇവിടെ ഒരു ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ആ ബംഗ്ലാവിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അത് നമുക്കൊന്ന് ചോദിക്കാൻ ആരുടെയെങ്കിലും ഇതേതാണ് ഈ ബംഗ്ലാവ് എന്ന് നമുക്ക് ചോദിക്കണം കേട്ടോ. അങ്ങനെ ആ ഉള്ളിലോട്ട് വേണം കയറി പോകാനായിട്ട്. നമുക്കൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇല്ല, നമുക്ക് ചോദിക്കാം. വേണ്ട, അല്ല കയറി നോക്കാം. ഏതാ ബംഗ്ലാവ് എൻ്റെ പേരെടുത്തില്ല കേട്ടോ. ഓഹോ അടിപൊളിയാണ് കേട്ടോ. ആ കാണുന്നത് പ്ലാവാണ് കേട്ടോ. പ്ലാവയിൽ ഇഷ്ടം പോലെ ചക്ക. ഇതുണ്ട് ഒരു പൈമരം നിൽക്കുന്നുണ്ടോ. ഈ പൈമരത്തിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ബംഗ്ലാവ് കേട്ടോ. എൻ്റെ ദൈവം കർത്താവേ, ഇത് എങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് തന്നെ. ഈ ബംഗ്ലാവ് ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടില്ല. പിന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങോട്ട് പറഞ്ഞൊരു ബംഗ്ലാവാണ് കേട്ടോ. ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ഇതായിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് നോക്കാം. എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ആഹാ കണ്ടോ, പൊളിച്ചിട്ടിരിക്കുകയാണ്. പഴയ ഒരു അടുപ്പ് കണ്ടോ, നമ്മുടെ വിറക് കത്തി തണുപ്പാകുമ്പോൾ കത്തിക്കാനുള്ള. അല്ലാതെ മറ്റെല്ലാം പല കടിച്ചിരിക്കുന്നതാണ്. നമുക്കിനി ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല, അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. ഈ ബംഗ്ലാവിൻ്റെ പേരെന്താ നമുക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. എന്നാലും ഇവിടെ ഞാൻ പണി നടക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാരും ഇല്ല ചോദിക്കാൻ. നോക്കി ഭയങ്കര എന്നാലും ഭയങ്കര ഒരു സായിപ്പിൻ്റെ ആണോ, സായിപ്പിൻ്റെ ബംഗ്ലാവ് തന്നെയാണ് കേട്ടോ. ഓക്കെ സൂപ്പർ. നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വീണ്ടും നമുക്ക് കുറച്ച് ഓടി പോകേണ്ടതുകൊണ്ട് പോവുകയാണ്. മോശമാണ് വഴിയൊക്കെ, ഇതിലെ തീർത്ത് മോശമാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ വഴി പണിയാതിരിക്കുന്നുള്ളൂ. എന്ത് കൊണ്ടാണെന്ന് കറത്തില്ല. ഇല്ല, ഇതിലേക്ക് പോയി നമ്മുടെ പണിക്കിട്ട് തീരും കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ കാണാം. ആഹാ, എന്നാലും ഇതിലുള്ള വഴിയൊക്കെ പറയാൻ നല്ല വഴികളാണ് കേട്ടോ. നല്ല വെള്ളച്ചാട്ടവും നല്ല റോഡിനടുത്തുള്ള കുടികളും. വഴിയുടെയൊക്കെ അവസ്ഥ ഉണ്ടോ. ഇങ്ങോട്ടുള്ള വഴികളൊന്നും അധികാരികളൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ വഴി ഉണ്ടോ ഇല്ലെന്ന് പോലും അവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ ഒരു വഴി ഉണ്ടോയെന്ന് പോലും. അതുകൊണ്ട് തീർത്തും മോശം. ഇതെനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2-3 വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുന്നതാണ് ഈ വഴി കേട്ടോ. ഇവിടെയുള്ളവരെ അവഗണിച്ചിട്ടിരിക്കുന്നതാണോ എന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ഭാഗം നല്ല വഴി ഉണ്ട് കേട്ടോ. കണ്ടോ ഇവിടുത്തെയൊക്കെ വഴിയുടെയൊക്കെ വ്യത്യാസം കണ്ടോ. അവിടെ നിന്ന് മാറി കഴിഞ്ഞപ്പം നല്ല കോൺക്രീറ്റായി ടാറിങ് വഴി. അവിടെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ വഴി തീർത്തും മോശം. ആഹാ, നല്ലൊരു വഴിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് തന്നെ വണ്ടിക്കൊരു സ്മൂത്തായി, ഓടിക്കാൻ എനിക്കും ഒരു ചെറിയൊരു സ്മൂത്തായി കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല നല്ല കൃഷികളാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ജാതിയും പത്രിയാണ് കേട്ടോ. ജാതിപത്രി അതന്നെ കണ്ടിരിക്കുന്നുണ്ടോ, ജാതി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു റോഡിന് ക്രോസായിട്ട് ഒരു ചെറിയൊരു പാർക്കുകള്. ആഹാ, നമ്മൾ കറങ്ങത്തിരി നമ്മൾ ഉപ്പാറ വന്നു കേട്ടോ. നമ്മൾ എതിരെല്ലാം പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 10-25 കിലോമീറ്ററോളം, 25 കിലോമീറ്റർ ഇല്ല,
10-25 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടോ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ. അങ്ങനെയാണ് കേരളത്തിലെ വഴികളെല്ലാം ഇങ്ങനെയാക്കും. കാരണം നമ്മൾ കുറേ പേര് ടാക്സ് കൊടുത്ത് ഓടുന്നു, കുറച്ച് പേര് ടാക്സ് കൊടുക്കാതെ ഓടുന്നു. ഉണ്ടോ വഴിയുടെ അവസ്ഥ നോക്കി. വണ്ടിയൊക്കെ ചുമ്മാ അതിലേക്ക് പോകണം വണ്ടിയൊക്കെ. അപ്പോഴങ്ങനെ നമ്മൾ ഗ്രാമപ്രദേശമെല്ലാം കണ്ട് കറങ്ങി നമ്മൾ നേരെ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ കുറച്ച് അഡ്വഞ്ചർ ഓഫ് റോഡായിരുന്നു. എന്നാൽ പോലും കുഴപ്പമില്ല. വണ്ടിയൊക്കെ ഒരുപാട് ചെളിക്കകത്ത് കുളിച്ചു. അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ബൈ എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മൾ 2 കിലോമീറ്ററുള്ള ഓടിയില്ല വണ്ടിക്ക്. ഒരു ആനയിലും പിടിച്ച് ഒരു ക്യാമറയിലും പിടിച്ചാണ് ഓടിക്കുന്നത്. അപ്പം ബൈ.